തുടക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ ക്യാമറ അവൈലബിൾ ആവുന്ന കമ്പനി ഏതാന്ന് ചോദിച്ചാൽ സംശയമൊന്നും വേണ്ട, കാനോൺ തന്നെയാണ്. ഏകദേശം 40,000 രൂപ മുതൽ 1,50,000 വരെയുള്ള റേഞ്ചിലെടുത്താൽ 15 ക്യാമറകളോളം കാനോണിൽ അവൈലബിൾ ആണ്. SX70, 285 അങ്ങനെയുള്ള സ്റ്റാർട്ടർ ഡിജിറ്റൽ ക്യാമറകൾ 22,000 രൂപ 36,000 രൂപയ്ക്ക് കിട്ടുന്ന ക്യാമറകളുണ്ട്. പക്ഷേ ആ ക്യാമറകൾ ഇപ്പോൾ മാർക്കറ്റിൽ അധികം മൂവ് ചെയ്യുന്നില്ല. വളരെ അപൂർവമായിട്ട് ആ ക്യാമറയെക്കുറിച്ച് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. എങ്കിലും ഇങ്ങനെ രണ്ട് മൂന്ന് മോഡലുകൾ കാനോണിൽ തുടക്കക്കാർക്ക് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ DSLR സെഗ്മെന്റിൽ ഇപ്പോഴും ക്യാമറകളുള്ള ഒരു കമ്പനി ഏതെന്ന് ചോദിച്ചാൽ അതും വേറെ ആരുമില്ല, കാനോൺ തന്നെയാണ്. 1500 വളരെ 1100, 1200, 1300 ഇതിനൊക്കെ ശേഷം 1500 DSLR സീരീസിൽ സ്റ്റാർട്ടേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാമറയായിരുന്നു അത്. ഇപ്പോഴും 40,000 42,000 രൂപ റേഞ്ചിൽ കിട്ടുന്ന ഒരു ക്യാമറയാണ്. ബാക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഏത് ഫ്ലാഷ് വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനുള്ള ഒരു ക്യാമറയാണ് 1500. ഏകദേശം അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്താറായി. എങ്കിലും DSLR ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ഇപ്പോഴും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് 1500. അതുപോലെ ലോഗേഴ്സ് ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയ DSLR സീരീസിലുള്ള ഒരു ക്യാമറയാണ് 200D. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൈക്ക് ജാക്കറ്റ് ഉള്ള ബിഗിനേഴ്സിനുള്ള ക്യാമറയിൽ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മൈക്കിൻ്റെ പോർട്ടുള്ള ഒരു ക്യാമറ 200D ആയിരുന്നു. ടിൽറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബേസിക് ആയിട്ടുള്ള എല്ലാ ഓപ്ഷനും ഉള്ള ഒരു ക്യാമറയാണ് 200D എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഏകദേശം ഒരു 55,000 മുതൽ 60,000 അതിൻ്റെ സ്കീമുകൾ മാറുന്നതനുസരിച്ച് ഈ ഒരു റേഞ്ചിൽ ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന നല്ല രീതിയിൽ വിറ്റുപോകുന്ന ഒരു ക്യാമറയാണ് 200D. പിന്നെ 850 എന്നൊരു മോഡലും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതും എൻഡ് ഓഫ് ലൈഫ് ആണ്. ഏകദേശം 70,000 രൂപയ്ക്ക് മിഡ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പ്രൊഫഷണൽ അല്ലെങ്കിലും മിഡ് പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് 850D. ഈ 3 DSLR ക്യാമറകൾ മാർക്കറ്റിൽ ഇപ്പോഴും കാനോണിന് അവൈലബിൾ ആണ്. പക്ഷേ അധികം താമസിയാതെ കമ്പനി പൂർണ്ണമായിട്ടും ഇതിൻ്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും നിർത്താനാണ് സാധ്യത. മിറർലെസിൻ്റെ ലോകത്തിലേക്ക് ക്യാമറ ലോകം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു.